മുണ്ടക്കയത്ത് ഭാര്യയെയും ഭാര്യാമാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച ഭർത്താവ് തൂങ്ങി മരിച്ചു. കരിനിലം സ്വദേശി പ്രദീപാണ് തൂങ്ങി മരിച്ചത്. സിയോൻ കുന്നിലെ റബ്ബർ തോട്ടത്തിലാണ് തൂങ്ങിയ മരിച്ച നിലയിൽ മൃതദേഹം കണ്ടത്. ചേരുതോട്ടിൽ സ്വദേശി ബീന, മകൾ സൗമ്യ എന്നിവർക്കാണ് വെട്ടേറ്റത്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് കോട്ടയത്ത് നിന്നും. സനോജ്, എന്താണ് ഇങ്ങനൊരു അതിക്രമത്തിന് പിന്നിലെ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയുടെ സ്ഥിതി എന്താണ്? സിന്ദൂരി, ഇന്ന് ഉച്ചയോടുകൂടിയാണ് മുണ്ടക്കയം കരിനില സ്വദേശിയായിട്ടുള്ള പുഞ്ചവയിൽ ചേറ്റുതോട്ടിൽ സൗമ്യ, ഈ തൂങ്ങി മരിച്ച പ്രദീപിന്റെ ഭാര്യയാണ് സൗമ്യ. അവർക്ക് 37 വയസ്സായിരുന്നു. സൗമ്യയുടെ മാതാവ് ബീന 65 വയസ്സായിരുന്നു. ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഈ പ്രദീപ്, കരിനില സ്വദേശിയായിട്ടുള്ള പ്രദീപ് ഒളിവിൽ പോയത്. പിന്നീട് ഈ പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അവർ ഇരുവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. അതിനുശേഷം പ്രദീപിനെ വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് വ്യാപകമായി നടത്തുന്നതിനിടയിലാണ് പ്രദീപിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. മുണ്ടക്കയം കരിനിലത്തിന് സമീപത്ത് തന്നെയുള്ള സിയോൺ കുന്നിലെ റബ്ബർ തോട്ടത്തിലാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടിട്ടുള്ളത്. ഏറെക്കാലമായി ഇവർ കുടുംബപരമായ ചില പ്രശ്നങ്ങളെ തുടർന്ന് മാറി താമസിക്കുകയായിരുന്നു. സൗമ്യയും പ്രദീപും നേരത്തെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആന്ധ്രയിൽ ജോലി നോക്കിയിരുന്നു. അവിടെ സ്ഥിരതാമസമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സൗമ്യ നാട്ടിലേക്ക് മടങ്ങുകയും ഇരുവരും അകന്നു കഴിയുകയുമായിരുന്നു. ഇതിനിടയിലാണ് പ്രദീപ് സൗമ്യയെയും മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും അതിനുശേഷമാണ് പിന്നീട് ഇദ്ദേഹം തൂങ്ങി മരണപ്പെട്ടിട്ടുള്ളത്. ശരി, വ്യക്തമാണ് സനോജ്. കോട്ടയം മുണ്ടക്കയത്താണ് ഭാര്യയെയും ഭാര്യാമാതാവിനെയും പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചത്. കുടുംബവഴക്ക് കാരണം ഇരുവരും പിരിഞ്ഞു താമസിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിലവിൽ പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പോലീസിൽ നിന്നും അറിയുവാൻ സാധിച്ചത്. സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.